ഒന്നുമില്ലേക്ക് അങ്ങനെ തെറ്റിയിട്ടൊന്നും പോയി കിടന്നുറങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ട്. ഓ മെയിൻ ആൾക്കാർ കൂടെ ഉള്ളവരൊക്കെ പോയി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ പറ്റി ആലോചനയും ചിന്തയും സംസാരിക്കണമെന്നും സോൾവ് ചെയ്യണമെന്നൊക്കെ തോന്നല് വരുന്നത്. ഏത് മെയിൻ ആൾക്കാര്? ഏത് മെയിൻ ആൾക്കാരുടെ കൂടെ ആയിരുന്നു? ആരുടെയിലൊക്കെ കൂടെ ഉള്ളപ്പോ ഒന്നും നമ്മളെ വേണ്ടല്ലോ. സമയം സേഫ് സോൺ കഴിഞ്ഞ് 3:30-4 മണി നേരം ആവുമ്പോ പോസ്റ്റ് ആവുമ്പോ നമ്മള് വേണം. അങ്ങനെയാണല്ലോ എപ്പോഴും. പോസ്റ്റ് ആകുമ്പോ നമ്മൾ വേണം. എന്താ വർത്താനം നീ പറയുന്നേ? എന്താ അല്ലേ അങ്ങനെയല്ലേ സംഭവം. അല്ലാതെ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സോ കാര്യങ്ങളോ നടക്കുമ്പോ ഒന്നും നമ്മള് വേണ്ടല്ലോ, കൂടെ വേണ്ടല്ലോ. നോക്ക് മോളെ, ഇവന്റ്സിന്റെ അല്ല, അവന് നിന്നെ വിളിക്കുന്ന നമ്പർ മേടിച്ച് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് അവന്റെ ഇവന്റെയും കാര്യമൊന്നും അറിയണ്ട. ഐ എം ഓൺലി ടോക്കിംഗ് അബൌട്ട് ഡാഡി അപ്പാപ്പൻ. അവനെ ഇവനെയൊക്കെ ഞാൻ വിട്ട കേസാ, കഴിഞ്ഞ കഥകളാ. ഞാൻ പറയുന്നതിൽ ഒരു ഇച്ചിരിയെങ്കിലും അർത്ഥമുണ്ട്, കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്താൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം. എന്ത് സോറി? എനിക്ക് ഇങ്ങനെ കാര്യം സോൾവ് ആക്കാനും വേണ്ടിയുള്ള സോറി പറച്ചിൽ കേൾക്കേണ്ട ആവശ്യമില്ല. സോറി മോളെ, ഞാൻ പറഞ്ഞു നോക്കി, മിസ്റ്റേക്ക്, ഞാൻ വിളിച്ചില്ല, ശരിയാണ്, എന്റെ തെറ്റാണ്. കാര്യം കഴിഞ്ഞില്ലേ? കാര്യം നടന്നല്ലോ, എൻജോയ് ചെയ്തല്ലോ, ഹാപ്പി ആയിരുന്നല്ലോ ഇന്ന്. ഉണ്ടായിട്ടില്ല. യു ആർ ഹാപ്പി ടുഡേ റൈറ്റ്? യു ആർ ഹാപ്പി റൈറ്റ്? യു എൻജോയ്ഡ്. ഇന്ന് നല്ലതായിരുന്നു, നല്ല ഡേ ആയിരുന്നല്ലോ. അത് നീ ഇല്ലെങ്കിൽ നല്ല ഡേ ആവില്ലല്ലോ. ഓ ഓ വാവ്. ഞാൻ സത്യമായിട്ടും എനിക്ക് നല്ല വിഷമവും ദേഷ്യവും എല്ലാം ഇന്നത്തെ ദിവസം ഞാൻ നല്ല രീതിയിൽ അനുഭവിച്ചു. ഓക്കെ, ആളെ മണ്ടിയാക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്ത് മണ്ടിയാക്കിയെന്നാ പറയുന്നേ? വെറും പൊട്ടിയാക്കുന്നതിനൊരു പരിധിയുണ്ട് കേട്ടോ. ഈ തോന്നുമ്പോ ഉള്ള സ്നേഹം വലിയ രസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പട്ടിയ തോന്നുമ്പോ മാത്രമുള്ള ഈ സ്നേഹം കൂട്ടും. ഞാൻ വിടുവാ. ഞാൻ എല്ലാരോടും ബാക്കി യാത്ര പറഞ്ഞിട്ട് ഞാൻ സ്ഥലം പോയല്ലേന്നൊന്നും ഇല്ല. ഇവിടെ സമയം 3:30 നിങ്ങക്ക് നാളെ ജോലിയും കൂലിയും ഇല്ലേ? എനിക്ക് എന്റെ ഉറക്കം ശരിയാവഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് തലവേദനയും എന്റേതായ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ട്. ഞാൻ അത് നോക്കി പോവാൻ പോവാ. നെഞ്ച് കുറച്ച് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. അത് മനസ്സിലാക്കാൻ മനസ്സുള്ളവരില്ലെങ്കിൽ വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്കേ. പറഞ്ഞേക്ക്, ഞാൻ പോവാൻ. ഇല്ല അപ്പാ വേണ്ട. ഞാൻ പറയട്ടെ മോളെ, സോറി. ഓക്കേ, സോറി അക്സെപ്റ്റ്. അതങ്ങനെയല്ല. അതേലെ സോറിയാ നിങ്ങളിപ്പോ പറഞ്ഞത്. അതേലെ സോറി അല്ല, എനിക്ക് അറിയത്തില്ല എന്താ പറയണ്ടെന്ന്. അറിയത്തില്ലെങ്കിൽ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത് ഇന്നോ ഒരു തവണ 2 തവണ സംഭവിച്ച കാര്യമല്ല. ഇന്ന് ഇത്രയും നാളും ഞാൻ ഒന്നും പറയാൻ ബിക്കോസ് ഗ്യാങ്ങിന്റെ സംഭവം അതാ ഇതാന്നൊക്കെ എനിക്ക് അറിയാം, മനസ്സിലാവും. ഇന്ന് രാജുഭായും കൂടെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇറ്റ് വാസ് പ്രിറ്റി മച്ച് ഇമ്പോർട്ടന്റ് ടു മീ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഇമ്പോർട്ടന്റ് ടു ഓൾ ഓഫ് യു. ഞാൻ ഇന്നത്തെ ഹോൾഡ് ഒരു മെസ്സേജ് പോലും അയക്കാതിരുന്നത് ഇവിടെ നേരിട്ട് കാണുമ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാന്നുള്ളൊരു ചിന്തയില്ല. ഇവിടുത്തെ സമയം 12 മണിയായിട്ട് ഒരു അനക്കവും ഇല്ല. ഇവിടുത്തെ അത് ഇന്നല്ല ബർത്ത്ഡേ, ഇന്നലെ ആയിരുന്നു. മനസ്സിലായോ? ഇന്നാണോ 12 മണിക്ക് കാത്തിരിക്കുന്നത്? ഇന്നലെ 12 മണിക്കായിരുന്നു എന്റെ ബർത്ത്ഡേ. അതാ പറഞ്ഞത്, ഇന്നലത്തെ 12 മണി ഇന്നത്തെ 12 24 മണിക്കൂർ കഴിഞ്ഞ് മാർച്ച് 14-ാം തീയതി ആയേ. മാർച്ച് 13-ാം തീയതി തീരാൻ അരമണിക്കൂർ മുന്നേ ഉള്ളപ്പോ തൊട്ട് ഞാൻ ഓരോരുത്തരെ കോണ്ടാക്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഞാൻ നിക്കുന്ന നാട്ടിൽ നിന്ന് അതപ്പൊ തന്നെ ഓൾറെഡി കഴിഞ്ഞു. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ നിന്നു. സോറി മോളെ. ഞാൻ ഇങ്ങോട്ട് കാറ് കൊണ്ടുവന്നു, അത്രയും സീൻ ഉണ്ടായിട്ടില്ലായിരുന്നു.
ചിലപ്പോ ഞാൻ റിയാക്ട് ചെയ്യുന്ന ഇച്ചിരി ഓവറായിട്ട് തോന്നുമായിരിക്കും. ഇനിയിപ്പോ ഈ പലരെയും പോലെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഞാനിപ്പോ ഇനിയിപ്പോ ഓ ഇവളും ഡ്രാമ തുടങ്ങി, ഇവളും അങ്ങനെയായി ഇങ്ങനെയായി എന്നൊക്കെ ഫീൽ ചെയ്യുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനല്ല, അങ്ങനൊന്നും പറയല്ലേ. ശരി, എന്റെ റോങ്. അന്ന് ഞാൻ വിളിച്ചില്ല. ഞാൻ പക്ഷെ വിളിക്കാൻ വേണ്ടി എടുത്തപ്പോ അത് ഞാൻ സത്യം എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ അപ്പാപ്പ, ഇത്ര എനിക്ക് ചോദിക്കാനുള്ളൂ. ഓക്കെ, വിളിച്ചില്ല, അത് തെറ്റായി പോയെന്ന് അപ്പം മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഇത്രയും നേരം കഴിഞ്ഞിട്ടാണോ ഈ മോളെ പറ്റിയുള്ള ചിന്ത വരുന്നത് നിങ്ങൾക്ക്? അത് പിന്നെ അതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ അതാ പറഞ്ഞത്, ദാറ്റ്സ് വാട്ട് ഐ സെഡ്. നിങ്ങൾക്ക് വേറെ ആൾക്കാർ പലരും ഉള്ളപ്പോ ആ എൻജോയ്മെന്റും ഫ്ലോയിലും നിന്നങ്ങ് എൻജോയ്മെന്റും വ്യൂവും വാച്ചും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ പറ്റിയുള്ള ഓർമ്മയുള്ളൂ. പാരാത്രി 2 മണി കഴിയുമ്പോഴേ ക്രൂവല്ല എന്ത് എന്നുള്ളൊരു ചിന്തയുള്ളൂ. പാരാത്രി 2 മണി കഴിഞ്ഞിട്ട് ക്രൂവല്ല കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാ. അന്നേരം നിങ്ങൾക്ക് മുട ഇറക്കാൻ പറ്റുന്നുണ്ട്, വിഷമം കാണിക്കുക. ഓ നമ്മളെ ഒന്നും വേണ്ട, മോക്കിപ്പോ നമ്മളെ ഒന്നും വേണ്ട. ആണോ അല്ലയോ? എന്നാ എനിക്കതാ ഫീൽ ചെയ്തത്. കുറച്ച് നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നൈറ്റ് വൈബ്സ് സംഭവം എല്ലാം 4 വഴി പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ചിന്തിക്കാമെങ്കിൽ ചിന്തിക്ക്. എനിക്ക് ഇനി ഒന്നും പറയാനില്ല. ഞാൻ ഇനി ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ആരൊന്നും. എനിക്കൊന്നും വേണ്ടതാണ്. ഞാൻ റേഡിയോ 629 കാണും. എന്നോട് മിണ്ടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് സംസാരിക്കാം. എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുക. എന്തെങ്കിലും പരിപാടിക്കോ എനിക്ക് വേണ്ട. ഞാൻ ഇനി ഇല്ല, നിങ്ങളുടെ ആരുടെയും കൂടെ ഇല്ല. എനിക്കില്ല. സോറി വേണ്ട, സോറി വേണ്ട, എനിക്ക് വേണ്ട സോറി. എനിക്ക് സോറി വേണ്ട, മടുത്തു. അവനവന്റെ ആവശ്യത്തിന് യൂസ് കഴിഞ്ഞിട്ട് കരിയാപ്പില പോലെ ഇട്ടിട്ട് പോകുന്ന പരിപാടി കണ്ട് ഞാൻ മടുത്തു. ഇതിന്റെ അപ്പുറം ഓസി പറയാനാണെങ്കിൽ ജീവിതത്തിൽ ഇതിന്റെ അപ്പുറം കണ്ട് അനുഭവിച്ചു വന്നോളാം. ഇവിടെയും കൂടെ അത് സഹിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇത് 90% ഓസി ആയിട്ട് തന്നെയാ പറയുന്നതെന്ന് കൂട്ടിക്കും. അന്നേരം എന്റെ അടുത്ത് കണ്ടിക്കൊണ്ട് എന്ത് റേസ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചെന്ന് അറിയാവോ? ഞാൻ റേസ് ആയിട്ട് സംസാരിച്ചല്ലെന്ന്. ഒന്ന് ബാക്ക് അടിച്ച് നോക്ക്. അത് അന്നേരം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അന്നേരം അങ്ങനെ പറയാവോ? ഓക്കെ, 10 പേര് കണ്ടോണ്ടിരിക്കെ പറയാൻ പറ്റുമോ അങ്ങനെ? നിങ്ങളുടെ ഭാഗത്തല്ല ശരി. ഇപ്പൊ എന്തോ 10 പേരെ ഉള്ളായിരിക്കും അന്ന്. അതായിരിക്കും ഇപ്പൊ വന്ന് സോറി പറയുന്നത്, ആണോ? നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? അത്രയ്ക്ക് എനിക്ക് ഫീൽ ചെയ്തു. അത് കാരണ പറയുന്നത്. ഇങ്ങനെ ക്രൂവലേനെ കണ്ടിട്ടില്ലല്ലോ ആരും. ശരി, ഞാൻ വിളിച്ചില്ല, അത് തെറ്റാന്ന് മനസ്സിലായി. എനിക്ക് നോക്ക്, നീ അത് അങ്ങനെ എടുക്കല്ലോ. ഞാൻ പറയട്ടെ, നീ പറയുന്നത് നീ നോക്ക്, ഞാൻ പറയട്ടെ മോളെ. പറഞ്ഞോ, ഞാൻ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയത്തുള്ളൂ. കഴിഞ്ഞു. എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ എൻഡ് ചെയ്യാനല്ലായിരുന്നു ആഗ്രഹം. പക്ഷേ you all pushed me too far today that I am like എനിക്ക് വയ്യ. നീ 2 ദിവസമായിട്ട് തിരക്കില്ല, അങ്ങോട്ട് നടന്നിട്ടല്ലേ. അതും നീ എന്താ പറയാത്തെ? എല്ലാം ഞാൻ ഞാൻ അഡ്മിറ്റ് ചെയ്ത്, ഞാൻ വിളിച്ചില്ല ശരിയാന്ന്. ഇന്ന് ഓക്കെ, ഇന്നത്തെ പരിപാടി ഇന്നലെ ആയിരുന്നു ബർത്ത്ഡേ. ഇന്നലെ നീ വിഷ് ചെയ്തിട്ടില്ല, ഇന്ന് വിളിച്ചിട്ട് ഓക്കെ, അത് വട്ടവറോ? നിങ്ങൾ സംസാരിച്ച രീതി അങ്ങനെ അല്ലായിരുന്നു. ഇന്ന് ഒരുമാതിരി എന്റെ തെറ്റായിരുന്നു ഫുള്ളി എന്നുള്ള രീതിയിലാ സംസാരിച്ച ആ കോൾ എൻഡ് ചെയ്ത രീതി. അതിന്റെ തെറ്റ്, ഞാൻ അങ്ങനെ സംസാരിച്ച് ശരിയായിരുന്നില്ല, സോറി. ക്ഷമിച്ചൂടെ? ഒരു തെറ്റ് പറ്റിയതല്ലേ. ഓക്കെ, ഞാൻ അപ്പോഴത്തെ രീതിയിൽ അങ്ങനെ പറഞ്ഞത് എന്റെ തെറ്റ്, സോറി. സോറി വെച്ചേ. അത് ഞാൻ
പറഞ്ഞത് അലമ്പായി. ഞാൻ ആ നേരത്തെ എന്തോ ഒരു ഭ്രാന്തിൽ എന്തൊക്കെ പറഞ്ഞു കൊണ്ടാവാനായിട്ട്. സോറി സോറി. ദാറ്റ്സ് മൈ മിസ്റ്റേക്ക് ഗൈസ്. ഞാൻ ഫോൺ ചെയ്തിട്ട് ഇച്ചിരി ഹാർഡായിട്ട് പറഞ്ഞു. ദാറ്റ് വാസ് നോട്ട് ഗുഡ്. ഇറങ്ങുക അല്ലേ ഉച്ചേ? എനിക്ക് പറയാനൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇനി എന്തെങ്കിലും RP ഉണ്ടോ? എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇല്ലല്ലോ. ചുമ്മാ ആണെങ്കിൽ ഞാൻ പോയി കിടന്ന് ആ നേരത്തെ ഉറങ്ങിക്കോളാം. വേണേ ഞാൻ 2 ആനിമേ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പോവാം. ഓക്കെ, അവരോട് കൂടെ ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോവാം. ഗുഡ് നൈറ്റ്. ഗൈസ് അത് എൻ്റെ പറ്റിയ മിസ്റ്റേക്കാണ്. ഞാൻ സംഭവം ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ രാജുഭായി വിളിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ വിളിച്ചില്ല. പിന്നെ ഞാൻ സത്യം പറയാലോ, ഞാൻ പുറത്ത് കോർഡിനേറ്റ് മെസ്സേജ് അയച്ചിട്ടും കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടാണ് ആ വണ്ടി ഇവിടെ സെറ്റ് ചെയ്തത്. അപ്പോൾ ആ തിരക്കിൽ ഞാൻ വിട്ടുപോയി. അത് നമുക്ക് പേടായി. പരിപാടിയായിട്ടൊന്നും നടത്തിയൊന്നുമില്ല. വിട്ടു എന്തുകൊണ്ടാണ് ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്. എത്ര വട്ടം കറങ്ങി ഏതാ ഹലോ, കേക്കുന്നില്ലേ? അത് ഞാൻ കുറച്ച് നേരത്തെ വിളിച്ച് സംസാരിച്ച ശരിയല്ല. അത് എന്റെ മിസ്റ്റേക്കാണ്. മൈ ബാഡ്. സംസാരിച്ചിട്ട് ഓക്കെ ആയില്ലേ? അല്ല എന്താ ഇല്ല, നേരത്തെ അത് രാജുഭായിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവരൊന്നും വെച്ച് കഴിഞ്ഞാൽ വരൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ഉണ്ടായ സംഭവമാണ്. അപ്പം ഞാൻ വിളിക്കാതെ നിന്നപ്പോൾ രാജുഭായി പറഞ്ഞ് അവൻ വിളിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവൻ നമ്പർ കൊടുത്ത് അവൻ വിളിച്ചിട്ട് എടുത്തില്ല. അപ്പം തിരിച്ച് വിളിക്കട്ടെ, ഇനി വിളിക്കണ്ടെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ പുറത്ത് ഈ ദൈവത്തായിട്ട് കോർഡിനേറ്റ് ചെയ്യായിരുന്നു വണ്ടിയുടെ കാര്യങ്ങളും രണ്ടും കൂടി ആയിട്ട് ഇച്ചിരി ഇത് വിട്ടുപോയി. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിളിക്കാൻ വിട്ടുപോയി. അതെൻ്റെ മിസ്റ്റേക്കാണ് ആക്ച്വലി. ഞാനാച്ചാ ഇപ്പം അറിയാലോ, ഇപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് വണ്ടി കൊടുക്കണമെങ്കിൽ വണ്ടി വാങ്ങി കൊടുക്കാൻ പറ്റൂലല്ലോ. പുറത്തുനിന്ന് അതിൻ്റെ ഇത് കൊടുത്തിട്ട് വേണ്ട വണ്ടി അകത്ത് കയറ്റാൻ. അപ്പം ആ ഒരു തിരക്കിൽ രണ്ടിൻ്റെ ഇടയിൽ വിട്ടുപോയി. പിന്നെ അത് പെട്ടെന്ന് ചടപടയെന്നായി. പെട്ടെന്ന് എല്ലാവരും കൂടെ അവിടെ കാർണിവലിൻ്റെ അവിടെ വന്നപ്പോൾ സ്പോട്ടിൽ ലൈക്ക് എല്ലാവരും എത്തിയെന്നുള്ള രീതിയിൽ അങ്ങനെ അത് കൊടുത്ത് അത് വിട്ട് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ഞാൻ പോലും അറിയാത്ത കുറേ അറപ്പിൽ ഞാൻ പോയി കയറി. അത് പക്ഷേ അപ്പം സീസ് ലൈക്ക് ഞാൻ അവളെ അവോയ്ഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് മീൻസ് വ്യൂവേഴ്സുള്ള സമയത്ത് ഞാൻ അവളെ ചീത്ത വിളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ആരും ഇല്ലാത്തപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് നല്ല രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ്സ് മൈ. നാളെ സംസാരിച്ചാ മതി. അല്ല, ആള് ഇങ്ങനെ ഒന്നും എൻ്റെ ചെയ്യണമെന്നല്ല വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ലൈക്ക് അല്ല അത് സംസാരിച്ചാ റെഡിയാവും. സംസാരിച്ചാ റെഡിയാത്തതായിട്ട് എന്തുണ്ടാ പ്രോപ്പറായിട്ട് സംസാരിച്ചാ എല്ലാം റെഡിയാവും. ഞാനത് ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ഉണ്ടായിരുന്നില്ല അവിടെ. മറ്റേ ആർപ്പിയാണോ കേടിയുടെ അതിന്റെ അവിടെ ഞാൻ ഇന്ന് വന്നില്ല. എന്റെ മൗസ് അടിച്ചു വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നില്ല. അതാണ് പ്രശ്നം. ഞാൻ അതിന്റെ സിറ്റുവേഷനിൽ പറയണമെന്ന് എത്രത്തോളം എവിടെ പോകുന്ന എനിക്ക് മനസ്സിലാവും. പക്ഷെ അതൊന്നും അവളോട് പറയാനാണ് കേൾക്കാൻ എന്തു പറയും. അവിടെ പോയിട്ട് സംസാരിക്കാം, വരട്ടെ. സംസാരിക്കും ചിലപ്പോ ഇന്ന് സംസാരിച്ച് അത്ര ഇതായതുകൊണ്ടായിരിക്കും പോയത്. നാളെ സംസാരിക്കുമ്പോ ഓക്കെ ആവുമായിരിക്കും. സംസാരിക്കും. അല്ല ഓക്കെ ഇല്ല, ഞാൻ പോട്ടെടാ. ശരി, ബൈ.
നീ എന്താ ഓക്കെയാണോ? അല്ല നീ എന്തായാലും നാളെ വരാന്നേലൊന്ന് പറയിക്കായിരിക്കും. ഞാൻ നോക്കട്ടെ. ഓക്കെ, ഞാൻ സംസാരിക്കാം. ടേക്ക് കെയർ. പക്ഷെ ആള് മറ്റേ എല്ലാം കഴിഞ്ഞിട്ട് ആരും ഇല്ലാത്താകുമ്പോഴാണ് അതൊക്കെ പറഞ്ഞപ്പോ എന്തോ ഞാനൊന്നുമില്ല സംഭവം. ടു ബി ഫ്രാങ്ക്, ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് സാമിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ നിങ്ങളവിടെ ആ ഒരു ഇതിൽ പോവായിരിക്കും എന്നുള്ള ഇതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ടു ബി ഹോണസ്റ്റ്, ആ ആർപ്പിൽ പോവായിരിക്കും, അതുകൊണ്ടായിരിക്കും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം. പക്ഷെ ഇങ്ങനെ ഇങ്ങനെ എടുക്കും ഞാൻ വിചാരിച്ചില്ല. ഞാൻ സത്യത്തിൽ അതത് ആ അങ്ങനെ രീതിയിൽ ഉണ്ടായില്ല ഇന്ന്, അതാണ് വിഷയം. എനിക്ക് മൗസ് ഒന്നും ഇല്ലാണ്ട് ഞാൻ തൽസൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾ ആ ഒരു രീതിയിൽ പോവായിരിക്കും, അപ്പോൾ അതങ്ങനെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിന്നെ ഞാനും അങ്ങനത്തെ ഒരു ഇതിൽ പെട്ടപ്പോൾ ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി എന്നുള്ളതാണ് സത്യം. അത് നാളെ എന്തായാലും സംസാരിക്കാം ബ്രോ. ശരിടാ, ശരിയാക്കളെ, പോട്ടെ. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. ഓക്കെ. സംസാരിക്കാം. ടെൻഷൻ ആവണ്ട അല്ലേ? ഓക്കെ. അപ്പോ എവിടെ ഫ്രഷപ്പ് തന്നെ നിൽക്കുന്നത്. വണ്ടി എത്തിയിരുന്നല്ലോ. ക്രൂ പോയി. എന്ത്? ഞാൻ നേരത്തെ വിളിച്ചപ്പം ചീത്ത പറഞ്ഞായിരുന്നു. പക്ഷെ അത് കേട്ടില്ല. ഞാൻ നേരത്തെ അവിടെ രാജുബായുടെ അവിടെ ഇതിൻ്റെ നിൽക്കുമ്പം വിളിച്ചപ്പം ചീത്ത പറഞ്ഞായിരുന്നു. ഞാൻ അപ്പത്തെ രീതിയിൽ പറഞ്ഞാണ്. പക്ഷെ അത് ലൈക്ക് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ മറ്റേ മിലിറ്ററിയുടെ ഇതിൽ പെട്ടുപോയി. ഞാൻ നിങ്ങളവിടുന്ന് പോയില്ലേ വണ്ടി എടുത്തിട്ട്. ഞാൻ മിലിറ്ററിയുടെ ഒരു ഇതിൽ പെട്ടുപോയി. പിന്നെ ഞാനയാൾ വിളിച്ചില്ല. അപ്പം ലൈക്ക് എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് 2 മണിയൊക്കെ കഴിഞ്ഞ് പീക്ക് അവേഴ്സൊക്കെ കഴിഞ്ഞ് വ്യൂവേഴ്സ് ഒന്നും ഇല്ലാത്തപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചോ. അതിപ്പം ഞാനങ്ങനെ ഉദ്ദേശിച്ചല്ല. ഞാൻ സത്യത്തിൽ ടു ബി ഓണസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് സാമുമായിട്ട് ഒരു ഇതിലായിരിക്കും എന്ന രീതിയിലേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, അതെനിക്കറിയില്ലല്ലോ. അങ്ങനെയല്ല. അപ്പം ഞാൻ സത്യത്തിൽ ഞാനത് ഉദ്ദേശിച്ചു. അവർ സാമുമായിട്ട് ഇന്നലെ ഞാൻ നല്ല രസത്തിൽ പോയിരുന്നതാണ്. അപ്പം അങ്ങനെ ആവുമെന്ന് വിചാരിച്ച്. പിന്നെ ഞാനിതിൻ്റെ ഇടയിൽ പെട്ട് പിന്നെ ആര്യനെ കണ്ടപ്പോൾ അങ്ങനെ പോയല്ലോ. അപ്പം അത് ലൈക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പം 10 പേരെ ഉണ്ടാവത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് വന്നതായിരിക്കും അല്ലേ, സോറി പറയാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പൊ എന്തിപ്പോ പറഞ്ഞിട്ട് പോയി? അല്ല, ഇങ്ങനെ ഇനിയൊന്നും പറയാനും സംസാരിക്കാനും ഇല്ല. ഇങ്ങനെ എൻഡ് ചെയ്യണമെന്നല്ല വിചാരിച്ചത്. എൻഡ് ചെയ്തതിൽ വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ചു. സിറ്റിന്ന് പോയാ? എന്താ പറയാ അതില്? അതില്ല, ഞാൻ പോന്നു. പോണപ്പം പോണോ? ഞാൻ ക്രൂന് പുറത്ത് നോക്കട്ടെ. ക്രൂന് കിട്ടുമെന്ന്. ഞാൻ എന്തായാലും നാളെ കുറച്ച് ദിവസം ഉണ്ടാവില്ല. പോട്ടെ, ശരി. ഒരുപാട് മുടഞ്ഞ നയങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പോണപ്പോ എന്നെ പിടിച്ചെടുത്തതിന് പിന്നെ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ലടാ. പക്ഷെ അത് ഇല്ല, അത് പുറത്ത് സംസാരിക്കാം. റൂബി അവളുടെ അടുത്തല്ലേ, ക്രൂവിന്റെ അടുത്തല്ലേ. ഞാൻ പുറത്ത് സംസാരിക്കാം. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. അപ്പൊ പേടാ അപ്പൊ അവിടെ നിന്ന് മുതുകിലോട്ട് നമുക്ക് ഇവിടെ നിൽക്കുക. അതാണ് നല്ലത്. നമുക്ക് ഇറങ്ങാനും പറ്റും. ഇപ്പൊ തന്നെ ഇറങ്ങുകയും ചെയ്യാം. പെട്ടെന്ന് വണ്ടിയൊന്നുമില്ല. ഞാൻ വിളിക്കാൻ വരാം. പറ്റും. അത് എന്റെ മിസ്റ്റേക്കാണ് ടു ബി ഹോണസ്റ്റ്. ഞാൻ ഡെയിലി ക്രൂ ഇല്ലാത്ത നമ്മള് ഒരു സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടാവാറില്ലടാ. അത്രയും ഫേവറേറ്റ് ക്യാരക്ടറാണ് ക്രൂ എന്നുള്ളത്. പക്ഷെ അത് ഇന്നത്തെ എന്തോ ഞാൻ ആ വണ്ടി സെറ്റ് ചെയ്യണ തിരക്കിലും ഞാൻ അത് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തത് സത്യത്തിൽ. വണ്ടി സെറ്റ് ചെയ്യണ തിരക്കിലും പിന്നെ ഓഫീസിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്തിരുന്നു. അതെല്ലാം കൂടെ ഇപ്പം ടു ബി ഓണസ്റ്റ് ഞാനത് വിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു വല്ല ഞാനത് ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ലൈക്ക് അവള് സാമുമായിട്ട് ഒരു നല്ല രീതിക്ക് 2 ദിവസമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ
പോവാണെങ്കിൽ അവൾ എൻഗേജിങ് ആയിരിക്കില്ലേ എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അതിൻ്റെ മൈ ബാഡ് ഗൈസ്. എന്തായാലും അയാൾക്ക് വിഷമായി. ഞാൻ പിന്നെ എനിക്കറിയില്ല, ഞാൻ അന്നേരത്തെ എന്തോ പറഞ്ഞ് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഇനി ബാക്ക് അടിച്ച് നോക്കണം. ഞാൻ നോർമലി ലൈവ് കഴിഞ്ഞിട്ട് ലൈവ് നോക്കാറില്ല. ബട്ട് ഞാനന്ന് നല്ല ബാഡായിട്ട് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഇപ്പോൾ അവളെ സംസാരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഞാൻ ആരെയും ബാഡാക്കി സംസാരിക്കാറില്ല. ഞാൻ ചൂടായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാൻ അവളുടെ അടുത്ത് മാത്രമേ ചൂടാവുള്ളൂ. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, മനസ്സിലായോ? ആ ക്രൂവല്ല എന്ന് പറയുന്നത് ആ ഒരു ക്യാരക്ടറിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ വിളിച്ച് ചൂടാവുന്നതാണേലും വന്ന് കണ്ട് സംസാരിക്കുന്നതിനൊരു അത് പിണക്കം മാറ്റാൻ വന്നത്. പക്ഷെ അത് ആൾക്കത് വിഷമായിടാ. അത് മൈ ബാഡ്. ഞാനത് ചെയ്യരുതായിരുന്നു. തേങ്ങ മൂടൊന്നും വേണ്ടായിരുന്നു. വെറുതെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് മിലിറ്ററിയുടെ ഇതും പിന്നെ അവിടെ ഷെയ്ക്കും എല്ലാവരും വന്നപ്പോൾ അവിടെ നിന്ന് കുറച്ച് സമയം പോയി. സത്യം വൺ ഓഫ് ദി ബെസ്റ്റ് ക്യാരക്ടർ വിത്തൗട്ട് കമ്പയറിങ് എമർജി ഗൈസ്. ക്രൂ അത്രയും ഡബിൾ ക്യാരക്ടർ ഗൈസ്. എനിക്ക് നല്ല ബാഡായി ഗൈസ്. ഞാൻ എന്താ ചെയ്യാന്നറിയില്ല. എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് അവൾ പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവുമോ, ഞാൻ പറഞ്ഞ അവൾക്ക് മനസ്സിലാവുമോ, അത് ഞാൻ ന്യായീകരിക്കലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. അത് തെറ്റാണ്. ഞാനതങ്ങനെ മാറി മീൻസ് ഞാൻ അങ്ങനെ ഇതാക്കാണ്ട് പോയത് ഞാൻ സത്യമായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. ലൈക്ക് അവളവിടെ അങ്ങനെ എൻഗേജ്ഡ് ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിക്കുമല്ലോ എന്നുള്ള മൈൻഡിൽ ഞാൻ പോയുള്ളൂ. അവൾ ലൈക്ക് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വിഷ് ചെയ്യാമെന്ന് അവൾ വിചാരിച്ചെന്ന് അവൾ മനസ്സിലുള്ളത് അല്ല എനിക്കറിയില്ല. ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് ലൈക്ക് എന്തായാലും വിളിക്കുമല്ലോ, എങ്ങനെയാണെങ്കിലും അവൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കും എന്നുള്ളൊരു. എന്താ സംഭവിച്ചേ? ഇവിടെ ഡ്രൈവിംഗ് ആയിരുന്നു, എന്നത്തോടെന്ന് അറിയാലോ, എന്നാലും പറഞ്ഞു. ഇല്ല ഞാൻ ലൈക്ക് അല്ല, അത് ഇന്ന് അവിടെ ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവൾ വിചാരിച്ച അവിടെ എന്തോ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തു, അത് അവളെ മാത്രം മാറ്റി നിർത്തി എന്നുള്ള രീതിയിൽ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിളിക്കാൻ സത്യം പറഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് ഇപ്പം എന്നോട് പറഞ്ഞ് ലൈക്ക് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് രാജുഭായിക്ക് നമ്പർ കൊടുത്ത്. രാജുഭായി വിളിച്ച് ഫോൺ എടുത്തില്ല. അപ്പോൾ പിന്നെ വിളിക്കേണ്ട. അപ്പോൾ എനിക്കത് അപ്പോൾ പിന്നെ അവൾ തിരിച്ച് വിളിച്ച്. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ മറ്റേ മിലിറ്ററിയുടെ മീറ്റിങ്ങിൽ പെട്ടുപോയി. അപ്പം ഞാൻ ഫോൺ എടുക്കാൻ പറ്റിയില്ലേക്ക്. പക്ഷെ അവൾ വിളിച്ചത് ആക്ച്വലി എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് കേടിയും ഭരത്തും ഒക്കെ ആയിട്ട് ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഫോൺ എടുത്തില്ല. എന്നിട്ട് നേരെ ഞാൻ വന്നത് ഇവരുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഈ ആ ടൈമിൽ അപ്പോൾ അർജൻറ്റായിട്ട് വണ്ടി പുറത്തുനിന്നല്ലേ എടുക്കുന്നത്, അകത്തുനിന്നല്ലല്ലോ. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ പുറത്ത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞാൻ വിട്ടും പോയി. അപ്പം ഞാനത് പറഞ്ഞപ്പോൾ അത് ഞാൻ അപ്പം പറഞ്ഞ് ലൈക്ക് എല്ലാവരും ഉള്ളപ്പം ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ഞാൻ അവൾ ചീത്ത വിളിച്ചതും പിന്നെ ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് വന്ന് അവൾക്കത് അങ്ങനെ ഫീലായി. സത്യത്തിൽ അങ്ങനെ ഞാൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും പിടി പോലും കിട്ടുന്നില്ല. അവളും എന്താ ചിന്തിച്ചോട്ട് അറിയില്ല സത്യത്തിൽ എന്താ അവളെ മനസ്സിലെന്താ. ഇതിപ്പോഴേ കാര്യം ചെയ്യും, രാവിലെ ഇനിയിപ്പൊ വിളിക്കണ്ട, നാളെ അപ്പൊ ഫ്രീയാ എന്നെ ഒന്ന് വിളി, നമുക്ക് അവളെ വിളിച്ച് സംസാരിക്കാം. ഞാൻ മുക്കിലോട്ട് ഇറക്കാം. പോട്ടെ ബാബാ. ഈ അടിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ബാഡല്ലടാ, ബാഡാണ് ടു ബി ഓണസ്റ്റ്. അത് ശരിയായില്ലടാ ഗൈസ്. തെറ്റുപറ്റി നമ്മൾ തെറ്റുപറ്റി തന്നെ പറയാം. മനഃപൂർവ്വമല്ല ഗൈസ് ഞാൻ, പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാന് അപ്പാപ്പന്റെ പേര് നിർത്തണം എന്തിനാ? അതിന്റെ അടുത്ത് മനസ്സിലായില്ല. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഈ റൂബി ഡിഷൻ തന്നെന്നില്ലേ,
ഞാൻ ഈ PC ഒക്കെ വാരിക്കടിച്ചിട്ട് പോയതല്ലേ. അപ്പൊ നിങ്ങൾ ഇതിനെ തിരിച്ചു വിളിച്ചെന്നെ. എന്നാൽ ബാംഗ്ലൂർ പോകാനായിട്ട് എല്ലാ സെറ്റപ്പ് എല്ലാം ചെയ്ത് വെച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന സമയം ബാംഗ്ലൂർ ശരിക്കും അങ്ങനെല്ലാം പോകില്ലായിരുന്നു. എവിടെയെങ്കിലും പോയി ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ പകുതി കഴിച്ച് എല്ലാവരും നിർത്തി പോകണമെന്ന് പറഞ്ഞിട്ടൊരു കാര്യത്തില്ല. ഇപ്പോൾ രാജ്യഭായി എന്നിടത്ത് പറഞ്ഞിട്ട് ഞാനും കുറച്ച് കാലത്തേക്ക് ആർപ്പിലോട്ടില്ല. എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്പം എൻ്റെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ പോരെ. ഞാൻ തന്നെ മക്കളെ അപ്പം ഇത്ര ഉള്ള പാപ്പ ഞാൻ ഇത്ര പറയണം. ഞാൻ സ്വന്തം കാര്യം നോക്കി ഇരിക്കണുള്ളൂ. മനസ്സിലായോ? ഞാൻ ചോദിച്ചെന്നുള്ള അപ്പം അവരുടെ അടുത്ത് നിൽക്കുക അവരെങ്കിൽ ഇല്ലെങ്കിൽ ഇല്ല. ആരുടെ അടുത്തൊന്നും പറയാൻ പറഞ്ഞില്ല. നമ്മളെ മൈൻഡ് ചെയ്തിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുക. ഞാൻ ക്രൂവിന് എത്ര പ്രാവശ്യം വിളിച്ച് കാണാത്തോണ്ട് ഞാൻ ഇതേടെ ഓക്കെ ഒന്നുമില്ല. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ച് ക്രൂവിനെ ഫോൺ എടുത്തില്ല ക്രൂ. ഞാൻ വിചാരിച്ചു പിന്നെ ഇതിനെ വിളിക്കുന്നതിന് അടുത്ത് ഞാൻ വിളിച്ചു. അപ്പം എന്തിനാ പറയണ പറ. എപ്പോഴും തീരുമാനിച്ചിട്ടുണ്ടോ അല്ലേ? ബ്രേക്ക് ആണോ അല്ലേ കാണോ എന്താണ്? അറിയില്ല എന്താ വേണ്ടെന്ന് എനിക്ക്. ഞാൻ അങ്ങനെ പാപ്പാ ഞാൻ കാര്യം അറിയാലോ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മള് കൊണ്ടുവന്ന ക്യാരക്ടറാന്നുള്ളത്. പക്ഷെ അവൾക്കത് വേടായി. ഞാൻ എന്തിനു പറഞ്ഞത് വേടെങ്കിൽ ആള് സംസാരിച്ചെടുക്കാനുള്ള പ്രശ്നമുള്ളൂ. ഇത് സത്യം പറഞ്ഞാൽ ഇത് രണ്ടുപേരെ ഭാഗത്തുള്ള അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്കാണ്. കാരണം രാജ്യഭാരിക്ക് കഴിക്കാൻ പറ്റിയില്ല. അതേ കണക്കുള്ള സാധനം സംസാരിച്ചെടുക്കാനുള്ള വിഷയമുള്ളൂ. സംസാരിക്കുക, ഈ പ്രശ്നത്തോടെ സോൾവ് ചെയ്യുക, അല്ലാണ്ട് വേറെ ഒരു പരിപാടിയില്ല. ഞാൻ വേണമെങ്കിൽ നാളെ രാവിലെ വിളിച്ച് സംസാരിക്കാം. ഇപ്പം രാത്രി എന്തായാലും ഞാൻ വിളിക്കുന്നില്ല. കാര്യം മോശം. ഞാൻ രാവിലെ വിളിക്കാം. ഇപ്പം ഇറങ്ങുന്നല്ലേ? പോണാ? ഞാനും ഇപ്പം ഇറങ്ങും കുറച്ച് കഴിഞ്ഞിട്ട്.